ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായിരിക്കുന്ന സമയത്ത് ദൈവജനവുമായി ദൈവസ്ഥലിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അനേകരും സംശയത്തോടെ കാണുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നമുക്കതിന് ആധാരമായിട്ട് വായിക്കാം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. കനാന്യ സ്ത്രീ ഇസ്രായേൽക്കാരി അല്ല എന്ന് നമുക്ക് അറിയാം. എന്നാൽ യേശു ആ ദേശത്ത് കടന്നു ചെന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചുകൊണ്ട് ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. പറഞ്ഞപ്പോൾ യേശു യാതൊരു മറുപടിയും പറയുന്നില്ല. അതിനുശേഷം അപ്പോസ്തലന്മാർ കടന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യമുണ്ട്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ യേശു കനാന്യ സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. നാം ആയിരിക്കുന്ന ഏതൊരു പ്രശ്നവും ആയിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമുക്ക് വിടുതലേറ്റെടുക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ ഒരു മാതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഉടനെ ഭർത്താവും അതുപോലെ മക്കളും ഈ മാതാവിനോട് കേണപേക്ഷിച്ചു. സഭ വന്ന് കാര്യം പറഞ്ഞു. മാതാവ് പറഞ്ഞു, ഞാൻ ജീവനോടെ ഇരുന്നാൽ ഈ ഭൂമിയിലുണ്ടാകും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്കാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മരുന്ന് മേടിച്ചില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ സ്ത്രീ ഇന്നും വേണ്ടേ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയാമോ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ അത്ഭുത വിടുതൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വിടുതൽ നടക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ആ സ്ത്രീയുടെ വലിയ വിശ്വാസമാണ് സൗഖ്യം കൊടുത്തത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? യേശു കർത്താവ് ശിഷ്യന്മാരുമായി ഇങ്ങനെ കടന്നു പോകുമ്പോൾ യേശുവിനോട് യേശു ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുവാനിടയായി. അപ്പോൾ അവർ ചിന്തിച്ചത് അപ്പം കൊണ്ടുവരായിക കൊണ്ടാണ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നതെന്ന് ചിന്തിച്ചു. പക്ഷെ യേശു പറഞ്ഞതെന്നറിയാമോ? അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരികയായികൾ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്തൊരു ചോദ്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുകയും സംശയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടുവാൻ അല്പം പ്രയാസമുണ്ട്. എന്നാൽ യേശു എന്നെ വെടിവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുന്നേയുള്ളൂ, യേശുവിൽ കൂടെയുള്ള സൗഖ്യം ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു എന്ന ഒരു തീരുമാനത്തോടു കൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അത്ഭുത വിടുതൽ കൽപ്പിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണമെന്നറിയാമോ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സൗഖ്യം ഏറ്റെടുക്കണം. അടുത്തത് യേശു പറഞ്ഞ വാക്കുതാ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്കു ഭവിക്കട്ടെ. അപ്പൊ ഞാനിത് പറഞ്ഞെന്താ അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാണോ താങ്കൾ? നിങ്ങൾക്ക് യേശുവിലുള്ള വിശ്വാസം വേണം. മാത്രവുമല്ല, യേശു പറയുന്നു, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, അത് നിന്റെ കൂടെ സംഭവിക്കട്ടെ എന്നാണ് പറയുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ന് അത്രമാത്രം വിശ്വസിക്കാൻ പാടില്ല. നായ്ക്കുട്ടികൾ തിന്നുന്നു എന്നുള്ള കാര്യം പറയും, പക്ഷേ ആ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ആ സ്ത്രീയുടെ വിശ്വാസം യേശുവിൽ കൂടെ ഉള്ള സൗഖ്യമായിരുന്നു. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ പറയുക, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസം പ്രസിദ്ധം ചെയ്തപ്പോൾ കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുവാനായിട്ട്
ഇടയായി തീർന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാ: അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? എന്നാൽ നമ്മൾ കർത്താവെ മറുപടി തന്നെന്ന് സ്തോത്രം പറയും. അടുത്ത സെക്കൻഡിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്: ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പ്രവർത്തിച്ചോളും. അവിടെ തന്നെ നമുക്ക് സംശയം വന്നു കഴിഞ്ഞു. ഇല്ല, നമുക്ക് വേണ്ടത് അതല്ല. ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിയെ കുറിച്ചാണെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞ് പരീക്ഷ എഴുതിയാൽ നീ തോൽക്കും. പക്ഷേ ഞാൻ എൻ്റെ യേശുവിൽ ആശ്രയിക്കുന്നു, എൻ്റെ യേശു എന്നെ ഇവിടെ സഹായിക്കും, എൻ്റെ യേശു എന്നെ മാന്യനായി നിർത്തും, എൻ്റെ തല ഉയർത്തിപ്പിടിച്ചു നിർത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നീ പോയി പരീക്ഷ എഴുതുമെങ്കിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. എങ്ങനെ? നിന്റെ വിശ്വാസത്തിന്മേൽ. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കാര്യം മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ് മറുപടി തരത്തുള്ളൂ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പാസ്റ്ററെ വിളിക്കണം, വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുമെന്നാ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആയതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് സകല നന്മകളെയും കൊണ്ട് നിറയ്ക്കുമെന്ന സ്വർഗം പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഈ മരുപ്രയാണം തികയ്ക്കുവാനിടയായിത്തീരും. ആയതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയപിതാവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. തിരുനാമത്തെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, ആമേൻ.